വിശുദ്ധ സുവിശേഷങ്ങളുടെ വായന. അക്കാലത്ത് യേശു ഗലീലയിലെ പട്ടണമായ കഫർനാമയിൽ എത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടു കൂടിയായിരുന്നു അവന്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവരുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി ഈ ദേവാലയത്തിലായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മുടേതായ ചിന്തകളുണ്ട്. നമ്മൾ സൗന്ദര്യത്തെ വ്യാഖ്യാനിക്കുന്നത് പൂർണ്ണമായതാണ്. ഒരു വസ്തു പൂർണ്ണമായില്ലെങ്കിൽ അതിൽ നമ്മൾ സൗന്ദര്യം കണ്ടെത്തുകയില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും വില കൂടിയ അലങ്കാരത്തിൽ നമ്മൾ വെക്കുന്ന ഒരു സെറാമിക് പാത്രം വീടുടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഉടഞ്ഞുപോയ കഷ്ണങ്ങൾ വാരിക്കൂട്ടിയെടുത്ത് വീണ്ടും നമ്മൾ അലങ്കാരത്തിനായിട്ട് വെക്കുകയില്ല. കാരണം അതിൻ്റെ പൂർണ്ണത നഷ്ടമായിരിക്കുന്നു. നമ്മളെല്ലാതെല്ലാം വാരിക്കൂട്ടിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയും. എന്നാൽ ജപ്പാനിലെ ഒരു കലാരൂപമാണ് കിൻസുഗി എന്നത്. ഈ കലാരൂപം അനുസരിച്ച് ഏറ്റവും പൂർണ്ണതയെ കണ്ടെത്തുന്ന ഒരു കലാരൂപമാണിത്. നമ്മളെല്ലാവരും വീണുടഞ്ഞു പോയതിനെ വലിച്ചെറിയുമ്പോൾ അവരെല്ലാവരും വളരെ ശ്രദ്ധയോടെ ഓരോ കഷ്ണവും പെറുക്കിയെടുത്ത് ഒരു പ്രത്യേക പശ ഉപയോഗിച്ച് അതിനെ കൂട്ടി യോജിപ്പിക്കുന്നു. വീണ്ടും ആ പൊട്ടിയ പാടുകളിലേക്ക് സ്വർണം അവർ ഉരുക്കി ഒഴിച്ചുകൊണ്ട് ആ പാത്രത്തെ കൂടുതൽ മനോഹരവും കൂടുതൽ വില കൂടിയതും കൂടുതൽ അമൂല്യവുമാക്കി മാറ്റുകയാണ്. രണ്ട് കാഴ്ചപ്പാടുകളാണ്. നമ്മൾ അപൂർണതയെ ദർശിച്ചപ്പോൾ അവർ അപൂർണതയിൽ പൂർണ്ണതയെ ദർശിക്കുന്നുണ്ട്. ഇവിടെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഏതോ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതോ ഒരു സമയത്ത് മുറിവേറ്റവരാണ്. പല വിധത്തിലുള്ള വേദനകൾ കൊണ്ട് ഈ ദേവാലയത്തിലേക്ക് വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുറിപ്പാടുകൾ സംഭവിക്കുമ്പോൾ, വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തേടിപ്പോകുന്നത് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്കാണ്. എന്നാൽ നമ്മൾ ഏറ്റവും അടുക്കലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തേടിപ്പോകേണ്ടത് ഈശോയുടെ അടുക്കലേക്കായിരിക്കണം. അത് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്കും. നമുക്കറിയാം, ഈശോ കുരിശിൽ തറച്ചതിന് ശേഷം ഈശോയുടെ 11 ശിഷ്യന്മാരും മുറിവേറ്റവരായിരുന്നു, വീടുടഞ്ഞു പോയവരായിരുന്നു ഈ 11 പേരും. എന്നാൽ അവരെല്ലാം വിട്ടുകളയാതെ, അവരെയൊക്കെ വലിച്ചെറിയാതെ പരിശുദ്ധ അമ്മ അവരെല്ലാവരെയും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും അവരുടെ മുറിവുകളിലേക്കും അവരുടെ തകർച്ചയിലുമൊക്കെ തന്റെ കരുണയും കൃപയും ഒക്കെ കൊണ്ട് പരിശുദ്ധ അമ്മ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ ആത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ ഒരുമിച്ച് കൂട്ടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും. എത്രയൊക്കെ മുറിവേറ്റവരാണെങ്കിലും, എത്രയൊക്കെ തകർന്നു പോയവരാണെങ്കിലും ഈ അമ്മയുടെ കരങ്ങൾ പിടിച്ച് കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുറിപ്പാടുകളെയും നമ്മുടെ തകർച്ചകളെയുമൊക്കെ കൂടുതൽ മനോഹരമാക്കുവാൻ ഈ അമ്മയ്ക്ക് കഴിയും. അതുകൊണ്ട് ഈ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. നമുക്കെല്ലാവർക്കും അതിനുള്ള കൃപയ്ക്കായിട്ടും അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കാം.